ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 25,966 ക്ലോസ് ചെയ്തപ്പോൾ 150 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്കിൽ നിന്ന് 156 പോയിൻറ്റ്സ് ചേർന്ന് 59,069 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 718 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 60,310 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 17,390 ക്ലോസ് ചെയ്തപ്പോൾ 230 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് 9.52 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 84,929 ക്ലോസ് ചെയ്തപ്പോൾ 447 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. DIIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 5,722 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIIയും ബൈങ്ങിങ് തുടരുകയാണ്. 1,830 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഇന്ന് FII നടത്തിയത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 26,027 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,860 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,818 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,815 ക്ലോസ് ചെയ്തു. ഇന്ന് 25,966 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,966 നിൽക്കുമ്പോൾ ഈ വർഷം ആകെ 9.82% പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 0.31% ലോസാണ് ഈ ആഴ്ച ഉണ്ടായിട്ടുള്ളത്. 81 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ആകെ ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്ത് മുതൽ എൻഡ് ചെയ്തുവരെ നിഫ്റ്റിയുടെ സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി തുടർച്ചയായി താഴോട്ട് പോയെങ്കിലും ഇന്ന് കുറച്ച് യു ഷേപ്പ് എടുത്ത് തിരിച്ചു വരികയായിരുന്നു. എന്നാലും 81 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഈ ആഴ്ചയിൽ നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ഈ ആഴ്ചത്തെ സമ്മറി നിഫ്റ്റി ബാങ്ക് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെൻസെക്സ് എന്നീ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഈ ആഴ്ച 0.54% ഫോളോ നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 0.04% ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരുന്നു. സെൻസെക്സ് 0.40% ഫോൾ ആണെന്ന് കാണാൻ സാധിച്ചത്. ഈ ആഴ്ച സമ്മറിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചത്തെ DIIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച എല്ലാ ദിവസവും DII ബൈയിലായിരുന്നു. ആകെ 12,061 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII ഈ ആഴ്ച. FII എന്നാൽ ആദ്യത്തെ 2 ദിവസം സെല്ലിങ്ങിലായിരുന്നു. വെനസ്ഡേ മുതൽ 3 ദിവസം നെറ്റ് ബയേഴ്സ് ആയിരുന്നു FII. ആകെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ 251 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഈ ആഴ്ച FII. ഇന്ന് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബവ് 1% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ ഒന്ന് 27,657 ക്ലോസ് ചെയ്തപ്പോൾ 335 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 332 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 34,796 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,378 ക്ലോസ് ചെയ്തപ്പോൾ 111 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 54,781 ക്ലോസ് ചെയ്തപ്പോൾ 234 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 159 പോയിൻറ്റ്സ് ചേർന്ന് 14,711 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9557 ക്ലോസ് ചെയ്തപ്പോൾ 94 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT ഇന്ന് 58 പോയിൻറ്റ്സ് ചേർന്ന് 38,691 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1 പോയിൻ്റ് ഗെയിനാണ് ഉണ്ടായത്. 1394 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 10,521 ക്ലോസ് ചെയ്തപ്പോൾ 4 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,959 ക്ലോസ് ചെയ്തപ്പോൾ 113 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 193 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി. 22,751 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 8357 ക്ലോസ് ചെയ്തപ്പോൾ 31 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 884 ക്ലോസ് ചെയ്തപ്പോൾ 14 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണെന്ന് കാണാൻ സാധിച്ചത്. സെക്ടർ വൈസ് ഈ ആഴ്ചത്തെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ മൺഡേ മുതൽ ഫ്രൈഡേ ഇന്ന് വരെയുള്ള ഫ്രൈഡേയുള്ള സമ്മറിയാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ആകെ നിഫ്റ്റി FMCG, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി IT, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ സെക്ടേഴ്സും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഈ ആഴ്ച 0.59% ഫോളോ നടത്തി. നിഫ്റ്റി എനർജി 0.69% ഫോളോ നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 1.06% ഫോളോ നടത്തി. എന്നാൽ നിഫ്റ്റി FMCG 0.53% ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 0.29% ഫോളോ നടത്തി. നിഫ്റ്റി ഇൻഫ്ര 0.06% റാലി നടത്തി. നിഫ്റ്റി IT 1.09% റാലി നടത്തി. എന്നാൽ നിഫ്റ്റി മീഡിയ ഈ ആഴ്ച 1.10% ഫോളോ കണ്ടു. നിഫ്റ്റി മെറ്റൽ 0.15% ഫോളോ നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 0.27% റാലി നടത്തി. നിഫ്റ്റി ഫാർമ 0.25% ഫോളോ നടത്തി.
നിഫ്റ്റി PSU ബാങ്ക് 1.33% റാലി നടത്തി. ആൻഡ് നിഫ്റ്റി റിയാലിറ്റി 0.19% ഫോളാണെന്ന് കാണാൻ സാധിച്ചത്. ഈ ആഴ്ച സെക്ടർ വൈസ് മെയിനായിട്ടുള്ള സെക്ടർ വൈസ് സമ്മറിയാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1047 കമ്പനികളെന്ന് 1981 കമ്പനികളെന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 848 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് 3.71% റാലി നടത്തി. മാക്സ് ഹെൽത്ത് കെയർ 2.60% റാലി നടത്തി. ഭാരത് ഇലക്ട്രിക് 2.45%, പവർ ഗ്രിഡ് 2.13%, TMPV 1.98%, ബജാജ് ഓട്ടോ 1.94%, ജിയോ ഫിനാൻസ് 1.59%, ഏഷ്യ മോട്ടോഴ്സ് 1.55%, ഏഷ്യൻ പെയിൻറ്റ്സ് 1.46% ആൻഡ് അപ്പോളോ ഹോസ്പിറ്റൽ 1.36% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ HCL ടെക് 1.14% ഫോളോ കണ്ടു. ഇന്ത്യൽക്കോ 0.55%, JSW സ്റ്റീൽ 0.24% ഫോളോ കണ്ടു. കോട്ടക് മഹീന്ദ്ര 0.24%, ICICI ബാങ്ക് 0.20%, ഡോക്ടർ റെഡ്ഡി 0.14%, സൺ ഫാർമ 0.06% ഫോളോ കണ്ടു. ഇതൊരു ബയേഴ്സ് സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. വീക്ക്ലി സമ്മറിയും ഇല്ലാത്ത പറ്റാവുന്നതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.